ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 4 കത്തോലിക്ക സഭ ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാന്റെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നല്ലോ. അതോടനുബന്ധിച്ച് നമ്മുടെ രൂപതയിലെ എല്ലാ വൈദികരെയും ഇടവക ജനം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ തിരുനാൾ ആശംസകൾ നേരുകയും ചെയ്തത് ഒത്തിരിയേറെ സന്തോഷകരമായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ വൈദികരോട് കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾക്കും പ്രത്യേകമായ പരിഗണനയ്ക്കും കരുതലിനുമൊക്കെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ വർഷത്തെ വിശുദ്ധ വിയാനി പുണ്യവാന്റെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയിലെ സെന്റ് ജോൺസ് കാരാടി വാർഡിലെ കുടുംബ കൂട്ടായ്മയിൽപ്പെട്ട എല്ലാവരും കൂടി ഒരുമിച്ച് ഈരോടുള്ള നമ്മുടെ വൈദിക മന്ദിരം സന്ദർശിക്കുകയും അവിടെയുള്ള വൈദികർക്ക് തിരുനാൾ ആശംസകൾ നേരുകയും അവർക്കൊക്കെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തത് എല്ലാവർക്കും ഒത്തിരിയേറെ സന്തോഷം പ്രദാനം ചെയ്ത ഒരനുഭവമായിരുന്നു, ഒരവസരമായിരുന്നു. കുറച്ച് സമയം ആ വൈദികരോടൊപ്പം അവിടെ ചിലവഴിച്ച് യൂണിറ്റ് കൂട്ടായ്മക്കാർ കൊണ്ടുപോയ ഭക്ഷണം അച്ഛന്മാരോടൊപ്പം ഭക്ഷിച്ച് സന്തോഷത്തോടെ അവിടുന്ന് പിരിഞ്ഞു പോരുകയും ചെയ്തു. ഇപ്രകാരം ഒരു പരിപാടി സംഘടിപ്പിച്ച സെന്റ് ജോൺസ് കാരാടി യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും അതിന് നേതൃത്വം നൽകിയ ഭാരവാഹികൾക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇതുപോലെയുള്ള പരിപാടികൾ നമ്മുടെ കുടുംബ കൂട്ടായ്മകളുടെ ഒരുമയ്ക്കും സ്വരുമയ്ക്കും ഒപ്പം ഇടവക സമൂഹത്തിൻ്റെ വലിയ വളർച്ചയ്ക്കുമൊക്കെ കാരണമായി ഭവിക്കുന്നു എന്നുള്ളതും ഇത്തരുണത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത് നല്ലതാണല്ലോ. എല്ലാവർക്കും സ്നേഹപൂർവ്വം മംഗളങ്ങളും ആശംസകളും നേരുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ